ഗൈസ്, അങ്ങനെ കൂടോത്രങ്ങളൊക്കെ വലിച്ചിരിക്കുന്നു. ഈഗോർ സ്റ്റിമാച്ച് ഔട്ട് എന്നാണെങ്കിലും ഒഫീഷ്യലി വന്നില്ല. പക്ഷേ മാർക്കസും അല്ലെങ്കിൽ കേൽനോ പോലെയുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിമാച്ച് ഔട്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായിട്ട് ഈഗോർ സ്റ്റിമാച്ച് എന്ന് പറയുന്ന പരിശീലകൻ ഉണ്ടാകില്ല. പുതിയ പരിശീലകൻ വരും. അങ്ങനെ പ്രാർത്ഥനകളുടെയും അല്ലെങ്കിൽ കാത്തിരിപ്പുകൾക്കൊക്കെ ഒരു വിരാമമാകുന്നു എന്നുള്ളതാണ്. യെസ്, സ്റ്റിമാച്ച് പോകേണ്ടത് തന്നെയാണ്. അതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യമായിപ്പോയി. പിന്നെ ഇങ്ങനൊരു വാർത്ത ഇപ്പോൾ വന്നപ്പോൾ അത് ഒരിക്കലും ചെയ്യാതിരിക്കാനും കഴിയില്ല എന്നുള്ള സാഹചര്യമാണല്ലോ, അറിയാമല്ലോ. ഈഗോർ സ്റ്റിമാച്ച് എന്ന് പറയുന്ന ഒരാൾ ഏതാണ്ട് 3-4 കൊല്ലത്തോളം ഇന്ത്യൻ ഫുട്ബോൾ വർക്ക് ചെയ്തു. എന്താണ് ഒരു അപ്ഗ്രേഡ് എന്ന ലെവലിൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഒരു ഡൗൺ ഗ്രേഡ് തന്നെയാണ് സംഭവിച്ചത്. അതിൽ യാതൊരു സംശയമില്ല. ഞാനത് ഇനി വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പല വീഡിയോസിലായിട്ടൊക്കെ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞതാണ്. പുള്ളി പലപ്പോഴും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ആണ് പ്ലേയേഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന് മാനേജ്മെന്റ് ഒക്കെ ഒന്നും പറയേണ്ടതില്ല. പിന്നെ ഒരിക്കലും ഇപ്പം ഈ പറഞ്ഞതുപോലെ എപ്പോഴും എല്ലാ മാസവും എന്താ പറയാ, ഓരോ മാസം വീതത്തെ ക്യാമ്പൊന്നും നാഷണൽ ടീമിൽ കിട്ടാൻ പോകുന്നില്ല. അപ്പം പുള്ളിക്ക് എപ്പോഴും വേണ്ട പല ഡിമാൻഡ്സും ആദ്യം നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അത് പുള്ളിയുടെ ഒരു എക്സ്ക്യൂസസ് എന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പം ഒരു സാക്കിങ് എന്നുള്ള ലെവലിലേക്ക് തന്നെ പോകുന്നത്. ഇനി എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്, കോമ്പൻസേഷന്റെ പരിപാടികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. സോഫ ഇത് പറഞ്ഞാൽ ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റാതെ ആവത്തിങ് സാഹചര്യത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കേസ് എന്താണെങ്കിലും ഒരു നല്ല വാർത്ത കുറച്ച് നാളുകൾക്ക് ശേഷം ആഗ്രഹിച്ചതുപോലെ നടക്കുന്നു. പലരും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടും ഒക്കെ പല വീഡിയോസും ചെയ്യുമ്പോൾ പറഞ്ഞു എന്താണ് കിളി പോയെന്നുള്ളത്. കിളി പോയതല്ല, നല്ല ദണ്ണം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ആ ദണ്ണം ഇന്ന് കൊണ്ട് തീരുന്നു. ഇനി വെയിറ്റിംഗ് ഫോർ ഒഫീഷ്യൽ കൺഫർമേഷൻ. കാരണം നമുക്ക് ഏതാണെങ്കിലും ഉറപ്പിക്കാം, എങ്കിലും ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയിട്ടും കൂടി വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്ത് കാണിക്കും. ഞാൻ